ഡിസ്കസ് ചെയ്യുന്നത് എക്സിസ്റ്റൻഷ്യലിസം, അനദർ സ്കൂൾസ് ഓഫ് ഫിലോസഫി. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഫിലോസഫിക്കൽ സ്കൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു വലിയ ഡെപ്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. നമ്മൾ ആ ഒരു ഡെപ്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ കാഴ്ചപ്പാടാണ് നമ്മൾ ഇതിലും പറയാൻ പോകുന്നത്. എക്സിസ്റ്റൻഷ്യലിസം ആൻഡ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അതിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വ്യൂസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It is a sort of humanism that believes that individual existence. Existence, the very word means അസ്തിത്വവാദം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ അസ്തിത്വവാദം എന്നൊക്കെയാണെന്ന് തോന്നുന്നു മലയാളീകരിക്കാൻ പറ്റും. ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഹ്യൂമനിസം ദാറ്റ് ബിലീവ്സ് ദാറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, autonomy, power, and responsibility are more important than the achievement of the whole humankind. മനുഷ്യന്റെ ഹ്യൂമൻ കൈൻഡിന്റെ എല്ലാ അച്ചീവ്മെന്റ്സിനേക്കാളും അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും പ്രാധാന്യം അവന്റെ എക്സിസ്റ്റൻസിനാണ്, അല്ലെങ്കിൽ ഓട്ടോണമിക്കാണ്, പവറിനാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. എക്സിസ്റ്റൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മനുഷ്യന്റെ അസ്തിത്വത്തിനാണ് പ്രാധാന്യം കിടക്കുന്നത്. കുറെ സാധനങ്ങൾ ഈ ഒരു പോസ്റ്റ് മോഡേൺ പീരീഡിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ സ്കൂൾസ് ഓഫ് ഫിലോസഫി നിങ്ങൾക്ക് പല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, വായിച്ചവരുണ്ടാവാം, പി ജി ഒക്കെ ചെയ്തവർ, പ്രത്യേകിച്ചും ആർട്സ് സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സബ്ജക്റ്റ് ഒക്കെ പി ജി ഒക്കെ ചെയ്തവർ. എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട്, നിഹിലിസം ഉണ്ട്. നിഹിലിസം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടൈപ്പ് ഓഫ് ശൂന്യതാവാദം എന്നൊക്കെ നമ്മൾ മലയാളീകരിക്കും. ജീവിതം മീനിങ്ലെസ് ആണെന്ന് പറയുന്ന ഒരു സാധനങ്ങൾ, ഇതൊക്കെ ഈ ഒരു ടൈമിൽ വന്നതാണ്. എക്സിസ്റ്റൻഷ്യലിസം ഈസ് എ ഹ്യൂമനിസം, ഒരു ബുക്ക് ബൈ സാർട്ട്. സാർത്തിന്റെ ഒരു ബുക്കാണ് എക്സിസ്റ്റൻഷ്യലിസം ഈസ് എ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഹ്യൂമനിസം that believes that individual existence, autonomy, power, and responsibility are more important than the achievement of the whole humankind. Then it is the youngest philosophy എന്നാണ് പറയുന്നത്. കാരണം ഇത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ഫിലോസഫിയാണ് യങ്ങസ്റ്റ് ഫിലോസഫി. റിവോൾട്ട് അഗെയിൻസ്റ്റ് മെനി ഔട്ട്ലുക്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ട്രഡീഷണൽ വെസ്റ്റേൺ ഫിലോസഫി. നമ്മൾ വിശ്വസിച്ചിരുന്ന അതുവരെ കൊണ്ടുവന്നിരുന്ന കുറെ അധികം ട്രഡീഷണൽ വെസ്റ്റേൺ ഫിലോസഫിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു റിവോൾട്ട് ആയിരുന്നു ഇത് എന്ന് കാണാൻ കഴിയും. അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്കൊക്കെ എതിരെയുള്ള ഒരു റിവോൾട്ട് ആയിരുന്നു എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത്. ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ ആൻഷ്യൻ ഫിലോസഫി. ഇതിന്റെ റൂട്ട്സുകൾ ആൻഷ്യൻ ഫിലോസഫിയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെയൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ട് പറയുന്ന ഫിലോസഫികൾക്ക് വേണ്ട എക്സാമ്പിൾസ് അടക്കം ഷേക്സ്പിയറുടെ വർക്കുകൾ നമുക്കറിയാം എപ്പോഴാണ് എഴുതപ്പെട്ടതെന്ന് അറിയാം. കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, 15 നൂറ്റാണ്ടുകൾക്ക് ആ സമയത്ത് എഴുതപ്പെട്ട അപ്പോ ആ സമയത്ത് എഴുതിയ ഷേക്സ്പിയറുടെ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഡ്രാമകളൊക്കെ നോക്കിയാൽ അതിലൊക്കെയും ഈ നമ്മൾ ഏറ്റവും പുതിയ ഫിലോസഫികളുടെ ആശയങ്ങളൊക്കെ ഉള്ള കോൺവെർസേഷൻ അതിന്റെ ഡ്രാമകളിലൊക്കെ കാണാൻ പറ്റും. എനിവേ, ആൻഷ്യൻ ഫിലോസഫിയിൽ ഇതിന്റെ റൂട്ട് കാണുന്നില്ല എന്നാണ്, കണ്ടെത്താൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ ഫ്രീഡം. ഇതിലെ ഇൻഡിവിജ്വലിനാണ് ഇമ്പോർട്ടൻസ്, ആൻഡ് ദെയർ ഫ്രീഡം. ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് മാൻ ഈസ് സുപ്രീം. സുപ്രീം ആണ് ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. Okay, then it is against idealism and naturalism. ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് ഐഡിയലിസത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഓൾറെഡി നിലവിലുണ്ടായിരുന്ന എല്ലാ ഫിലോസഫികൾക്കും എതിരായി ഇരുന്നു ഈ ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്.
It in time and space is real, essence is unreal. Existence in time and space. ടൈമിന്റെയും സ്പേസിന്റെയും എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് റിയലും എസൻസ് എന്ന് പറയുന്നത് അൺറിയലും ആണെന്നുള്ളത് ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇൻഡിവിജ്വൽ റിയൽ, യൂണിവേഴ്സൽ അൺറിയൽ. ഇൻഡിവിജ്വൽ ആണ് റിയൽ എന്നും യൂണിവേഴ്സൽ അൺറിയൽ ആണ് എന്നുമാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ റിയൽ എന്നും യൂണിവേഴ്സൽ അൺറിയൽ ആണെന്നും പറയുന്നു. എക്സിസ്റ്റൻഷ്യലിസം എമേർജ് ആഫ്റ്റർ വേൾഡ് വാർ വൺ ആൻഡ് ബിക്കെയിം ഇൻഫ്ലുവൻഷ്യൽ ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ്. ഈ ഒരു ഫിലോസഫികളൊക്കെ എക്സിസ്റ്റൻഷ്യലിസം ആണെങ്കിലും നിഹിലിസം ആണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ നിഹിലിസം ആണെങ്കിലും, ഇതൊക്കെ വന്നിട്ടുള്ളത് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന് ശേഷമാണ് എന്ന് കാണാൻ കഴിയും. വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന് ശേഷമാണെന്ന്. ഓക്കെ, ഇതൊക്കെയും വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന് ശേഷമാണ്. ഓക്കെ, ഈ എല്ലാ ഫിലോസഫികളും വന്നിട്ടുണ്ടായിരുന്നത് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന് ശേഷം ആണ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ നിഹിലിസം അല്ലെങ്കിൽ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം, ഈ വേൾഡ് വാറുകൾ ലോകത്ത് ഉണ്ടാക്കിയ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. പ്രതിസന്ധി എന്ന് പറയുന്നത് അതുവരെ ഉണ്ടാവാത്ത കുറെ അധികം, കാരണം കുറെ അധികം മനുഷ്യർ മരിച്ച് വീഴുന്നു. ഭയങ്കരമായിട്ടുള്ള നിരാശ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള സാമുവൽ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള ഒരു സാധനം. അപ്പൊ അത് അതിന്റെ ഒരു ഡ്രാമ പലരും അറിയുന്ന സാധനം തന്നെയാണ്. അപ്പൊ അത് വളരെ അതിലെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാധനം ആരെയോ കാത്തിരിക്കുന്നു, ആരെയാണ് കാത്തിരിക്കുന്നത്, എന്തിനാണ് കാത്തിരിക്കുന്നത്, ഇങ്ങനെ അതിനൊന്നും ഒരു ഉത്തരമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ശൂന്യതയെ കാണിക്കുന്ന വർക്കുകളൊക്കെ ആ സമയത്ത് ഉണ്ടായി. അതൊക്കെയാണ് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കുറെ എക്സിസ്റ്റൻഷ്യലിസം, നിഹിലിസം ഒക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് വന്നത്. അന്നത്തെ സോഷ്യൽ സിറ്റുവേഷനിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, ദെൻ മീനിങ് ഓഫ് എക്സിസ്റ്റൻഷ്യലിസം. ഇതിന്റെ മീനിങ് ഇപ്പൊ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തെടുത്തുനിന്ന് ചെറിയ രീതിയിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്നാണ് എക്സിസ്റ്റൻഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then individuality means quality makes a person think different from others. ഇൻഡിവിജ്വാലിറ്റി കൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയാണ് ഒരാളെ നിർമ്മിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഈച്ച് മാൻ ദ റീസൺ ഫോർ ഹിസ് എക്സിസ്റ്റൻസ്. ഓരോ മനുഷ്യനും അവന്റെ എക്സിസ്റ്റൻസിനുള്ള ഒരു റീസൺ ആണ്, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അവന്റെ എക്സിസ്റ്റൻസിന്റെ ഒരു കാരണമാണ് എന്നുള്ള അർത്ഥം. ഫൗണ്ട് ഇൻ സോക്രട്ടീസ് ഡിക്റ്റം നോ ദൈ സെൽഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഓൾഡ് ഫിലോസഫികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ റൂട്ട്സ് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പറഞ്ഞിരുന്നു. പക്ഷെ സോക്രട്ടീസിന്റെ നോ ദൈ സെൽഫ് എന്ന് പറയുന്ന ഒരു ഡിക്റ്റം, അതിൽ ഒരു പ്രയോഗത്തിൽ നിങ്ങളെ അറിയുക, നമ്മളെ അറിയുക, അല്ലെങ്കിൽ നിങ്ങളെ അറിയുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ ഈ എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫേഴ്സ് എക്സ്പ്ലോർ ക്വസ്റ്റ്യൻ റിലേറ്റ് ടു ദ മീനിങ്, പേർപ്പസ് ആൻഡ് വാല്യൂ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അവരെപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്താണ്, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ വാല്യൂ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്താണ് ഇതിന്റെ നമ്മളിങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നതിന്റെ വാല്യൂ എന്താണ്, ഈ സാധനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇത് വേൾഡ് വാറിൽ ഉണ്ടാവുന്ന വലിയൊരു ആൾക്കാർ മരിച്ചു വീഴുന്നത് കാണുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെ പുറത്തു നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ മുമ്പ് ഒരിക്കൽ ക്ലാസ്സിൽ സൂചിപ്പിച്ചോന്നറിയില്ല. ശരിക്കും ഇതൊക്കെ ഇതിൻ്റെതായ ഒരു സെൻസിലൊക്കെ കുട്ടികൾക്ക് ചിലപ്പം അത്രേ വെൽ ഹെൽത്തി മൈൻഡ് ഇല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടുള്ള
അല്ലെങ്കിൽ ഇത്ര മെസ്സേജുകൾ കൊടുക്കുന്ന ലിറ്ററേച്ചറൊക്കെ ഭയങ്കര തീവ്രമായിട്ട് ഇതൊക്കെ എക്സ്ട്രീമായിട്ട് പറയുന്ന ലിറ്ററേച്ചറൊക്കെ വായിച്ചാൽ ചിലപ്പം പിന്നെ ഭയങ്കരമായിട്ട് അവർ ഡിസ്റ്റർബ്ഡ് ആവും. ചില നമ്മൾ ചില ഈ എക്സിസ്റ്റൻഷ്യലിസവും നിഹിലിസവും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചില അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥശൂന്യത പറയുന്ന ചില വർക്കുകൾ അല്ലെങ്കിൽ നോവല്, ഡ്രാമ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടുകൾ, അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മെന്റലി ഹെൽത്ത് അല്ലാത്ത കുട്ടികൾ വായിച്ചാൽ ചിലപ്പോൾ അവർക്ക് ആകെ ഡിസ്റ്റർബൻസിന് ചിലപ്പോൾ അത് കാരണമാവും. Then chief exponents of existentialism, one is Soren Kierkegaard, Danish Christian philosopher. അദ്ദേഹമാണ് ഫാദർ ഓഫ് എക്സിസ്റ്റൻഷ്യലിസം എന്നറിയപ്പെടുന്നത്. സോറൻ കെർക്കെഗാർഡ് എന്ന് പറയുന്ന ആളാണ് ഫാദർ ഓഫ് എക്സിസ്റ്റൻഷ്യലിസം എന്നറിയപ്പെടുന്നത്. ദെൻ ഫ്രെഡറിക് വില്യം നീഷെ, ജർമ്മൻ അത്ലറ്റ്സ്. ഫ്രെഡറിക് ജർമ്മൻ എത്തിസ്റ്റ് ആയിട്ടുള്ള നീഷെ. ദെൻ ജാസ്പർ, എ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്. മാർട്ടിൻ ഹെഡ്ഗാർ, എ ഗ്രേറ്റ് ഫിലോസഫർ. ഗബ്രിയൽ മാർസൽ, ജീൻ പോൾ സാർട്രെ, ഇവരൊക്കെയാണ് ഇതിന്റെ ചീഫ് എക്സ്പോണൻസ് ആയിട്ട് പറയുന്നത്, പ്രധാനപ്പെട്ട ഇതിന്റെ വക്താക്കളായിട്ട് പറയുന്നത്. ദെൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് existentialism. Existentialism of an individual is more important than the essence. Existence of individualism is more important than essence. ഇതാണ് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ആൻസർ ചോദിച്ചതാണ്, വിച്ച് ഫിലോസഫി പ്രൊപ്പഗേറ്റ് എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ എസെൻസ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ വേർഡിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകും എക്സിസ്റ്റൻഷ്യലിസം ആണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ആൻസർ വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അത്. എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ വരെ ചോദിച്ചിട്ടുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് മോർ. അപ്പൊ നമ്മൾ ഈ ഫിലോസഫിന്റെ ഒക്കെ നമ്മൾ പഠിക്കുന്ന എല്ലാ ഫിലോസഫിന്റെയും ഒരു കീ വേർഡ് സാധനം പഠിച്ചു നോക്കണം. അപ്പൊ കഴിഞ്ഞ ഞാൻ മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഐഡിയലിസത്തിന്റെ എന്താണ് ഐഡിയലിസം എന്നുള്ള സാധനം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട എന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ ഐഡിയ എന്ന് പറയുന്ന സാധനം വരണം അല്ലെ. ഐഡിയക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, ഗോഡിന് ഐഡിയ, ഗോഡ്, സ്പിരിച്വൽ, ഈ സാധനങ്ങൾക്കൊക്കെയാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. നാച്ചുറലിസത്തിലേക്ക് എത്തുമ്പോൾ നാച്ചുറലിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രാഗ്മാറ്റിസത്തിലേക്ക് വരുമ്പം ഒരേ സമയം ആക്ഷൻ, തോട്ട്സ് രണ്ടിനും ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ സാധനമാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ അതില് ഹ്യൂമനിസത്തിൽ ആവുമ്പോൾ ഹ്യൂമൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ എക്സിസ്റ്റൻഷ്യലിസത്തിലേക്ക് എത്തുമ്പോൾ എക്സിസ്റ്റൻസിനാണ് പ്രാധാന്യം. റെക്കഗ്നൈസ് ദ പാരാമൗണ്ട് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ദെൻ ക്രിയേറ്റിംഗ് ഹിസ് ഓൺ വാല്യൂസ്. ജനറൽ ജഡ്ജ്മെന്റ്, വാല്യൂസ് ഒക്കെ സ്വയം ക്രിയേറ്റ് ചെയ്യുക ചെയ്യും. ജനറൽ ജഡ്ജ്മെന്റ്സ് ആർ അബ്സേർഡ്. അപ്പോൾ ഓരോ ആളും ഓരോ ആൾക്കും അവൻ്റെതായ ശരികൾ ഉണ്ടാവും. നമ്മൾ പൊതുവായിട്ട് പറയുന്ന പല കാര്യങ്ങളും അബ്സേർഡ് ആയിരിക്കും. നോട്ട് ബിലീവ് ഇൻ അബ്സല്യൂട്ട് വാല്യൂസ്. അബ്സല്യൂട്ട് വാല്യൂസിൽ വിശ്വസിക്കുന്നില്ല. ദെൻ മാൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. മനുഷ്യൻ കംപ്ലീറ്റ് അല്ല എന്നാണ് പറയുന്നത്. മാൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. നോ ആക്സെപ്റ്റൻസ് ഓഫ് ദ റെഡിമെയ്ഡ് കോൺസെപ്റ്റ്. റെഡിമെയ്ഡ് ആയിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയും അവര് അംഗീകരിക്കുന്നില്ല. നോ ഇൻഡിവിജ്വൽ ഷുഡ് ഇന്റർഫിയർ ഇൻ അതേഴ്സ് ചോയ്സസ്. ഒരാളും മറ്റൊരാളുടെ ചോയ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഫിസിക്കൽ യൂണിവേഴ്സ്, ദ വേൾഡ് അപ്പാർട്ട് ഫ്രം മാൻ, ഹാസ് നൈദർ മീനിങ് നോർ പേർപ്പസ്. ഫിസിക്കൽ യൂണിവേഴ്സ്, ദ വേൾഡ് അപ്പാർട്ട് ഫ്രം മാൻ, ഹാസ് നൈദർ മീനിങ് നോർ പേർപ്പസ്. നമ്മുടെ ഈ ഒരു മനുഷ്യനപ്പുറമുള്ള ലോകം, ആ ലോകത്തിന് ഒരു മീനിങ്ങും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല എന്നാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല എന്നാണ് പറയുന്നത്. സബ്ജക്ടിവിറ്റി ഈസ് ട്രൂത്ത്. സബ്ജക്ടിവിറ്റിയാണ് ശരി എന്ന് പറയുന്നത്. സബ്ജക്ടിവിറ്റി ആണ് ശരി. ശരിക്കും അതൊരു സയൻസിനെതിരായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. സബ്ജക്ടിവിറ്റി ആണ് ട്രൂത്ത് എന്ന് പറയുന്നത്. കാരണം സബ്ജക്ടിവിറ്റി, സയൻസ് പറയാ ഒബ്ജക്ടിവിറ്റി ആണ് ശരി എന്നുള്ളതാണ്. എക്സിസ്റ്റൻസ് പ്രിസീഡ്സ് എസെൻസ്. വേറൊരു മോട്ടോ പോലെ നമ്മൾ ഇതിന്റെ നേരത്തെ ഞാൻ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ ഇതിന്റെ ഒരു മോട്ടോ ആയിട്ട് പറയുന്ന കാര്യമാണ് എക്സിസ്റ്റൻസ് പ്രിസീഡ് എസെൻസ്. എക്സിസ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, എസെൻസിനേക്കാൾ മുമ്പേ നിലനിൽക്കുന്നത് എക്സിസ്റ്റൻസ് ആണ്. മാൻ ഡിഫൈൻഡ് ബൈ ഹിസ് ആക്ഷൻസ്. മനുഷ്യനെ അവന്റെ ആക്ഷൻ കൊണ്ടാണ് ഡിഫൈൻ ചെയ്യപ്പെടുക. മനുഷ്യനെ അവന്റെ ആക്ഷൻ കൊണ്ടാണ് ഡിഫൈൻ ചെയ്യപ്പെടുക. ദെൻ എയിംസ് ഓഫ് എക്സിസ്റ്റൻഷ്യലിസം. ക്രിയേറ്റിംഗ് അവയർനെസ് വൺസ് ഓൺ എക്സിസ്റ്റൻസ്. ക്രിയേറ്റിംഗ് അവയർനെസ് വൺസ് ഓൺ എക്സിസ്റ്റൻസ്.
Then enabling to have one's own choice, enabling to have one's own choice, enabling to create one's own values, giving confidence in communicating in one's own intellect. ഡിയലക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വയം നമ്മുടേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു സംസാര രീതി ഉണ്ടാകും. നമ്മൾ ടീച്ചേഴ്സ് ലാംഗ്വേജ് ആയിട്ട് RP ഉപയോഗിക്കണം എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു ഭാഷാ വകഭേദം ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഒരു അപകർഷത ബോധം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മുടേതായ കൊളോക്കിയൽ ഒരു സാധനം ഉണ്ടാകും, ആ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു പേഴ്സണൽ ഒരു പിന്നെ സന്ദർഭത്തിലാണ് ഉള്ളത്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് അത് വരുമ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമില്ല. ദെൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു എക്സിസ്റ്റൻഷ്യലിസം, വിദ്യാഭ്യാസത്തിന്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ലക്ഷ്യങ്ങൾ, ടു അസിസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ദ ചൈൽഡ്. സെൽഫ് റിയലൈസേഷനെ എന്ത് ചെയ്യാം, അസിസ്റ്റ് ചെയ്യുക, അത് സെൽഫ് റിയലൈസേഷന് വേണ്ടിയുള്ള ഡെവലപ്മെന്റിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ദെൻ ഫുള്ളി ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിയുടെ ഫുൾ ഡെവലപ്മെന്റ്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് കംപ്ലീറ്റ് മാൻ, എൻറിച്ച്മെന്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, മേക്കിംഗ് ബെറ്റർ ചോയ്സസ്. ഇതൊക്കെയാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ ഫ്രീഡം ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു. Then to develop authentic self of the child, to inculcate choice making power in student, കുട്ടികളിൽ ചോയ്സ് മേക്കിംഗ് പവർ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ നമ്മൾ പ്രത്യേകിച്ചിട്ട് കോമ്പറ്റീഷൻ മാർക്ക് ഉള്ള ഒരു വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ ചോയ്സ് മേക്കിംഗ് പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ഈ ഡിപ്പെൻഡ് ആ കാര്യത്തിൽ നമ്മുടേതായ ഒരു സെലക്ഷൻ, ചോയ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ടു പ്രിപ്പയർ ചൈൽഡ് ടു ഫേസ് ട്രാജിക് സിറ്റുവേഷൻ ഓഫ് ലൈഫ്, to develop a sense of responsibility in child. Then curriculum, study of humanities, art, literature, poetry, drama, moral. Study of humanities, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കും. ആർട്ട്, ലിറ്ററേച്ചർ, പോയട്രി, ഡ്രാമ, മോറൽ സ്റ്റഡീസ്. ദെൻ സോഷ്യൽ സയൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സയൻസ് ഈസ് എ നെസസറി പ്രീ കണ്ടീഷൻ ഓഫ് ഫിലോസഫി. അൽജാസ്പർ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇവര് അതിൽ കാര്യമായിട്ട് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് നെസസറി പ്രീ കണ്ടീഷൻ ഓഫ് ഫിലോസഫി. നോ റിജിഡ് കരിക്കുലം, പ്രത്യേകിച്ച് റിജിഡ് ആയിട്ടുള്ള കരിക്കുലം ഒന്നും ഇവര് പറയുന്നില്ല. ഡിസിപ്ലിനെ കുറിച്ച് പറയുമ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം ആണ് ഇവർ പറയുന്നത്. കംപ്ലീറ്റ് ഫ്രീഡം, സെൽഫ് ഡിസിപ്ലിൻ, സ്വയം ഡിസിപ്ലിൻഡ് ആവുക, ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആണ്, ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസിപ്ലിൻ്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ്. ചൈൽഡ് കംപ്ലീറ്റ് ഫ്രീഡം ആണ് കുട്ടികൾക്ക്, സെൽഫ് ഡിസിപ്ലിൻ, ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, ഡെമോക്രാറ്റിക് സെറ്റപ്പ്. ദെൻ മെത്തഡ് ഓഫ് ടീച്ചിങ്, സോക്രറ്റിക് മെത്തേഡ് ആണ് പറയുന്നത്. എംഫസൈസ് ഓൺ ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റിക്കും ക്രിയേറ്റിവിറ്റിക്കും പ്രാധാന്യം. ഫോക്കസ് ഓൺ ദി ഇൻഡിവിജ്വൽ, ഓരോ കുട്ടിക്കുമാണ് ഫോക്കസ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിങ്, സെൽഫ് ക്വസ്റ്റ്യനിങ് പ്രോസസ്. ലേണിംഗ് ബൈ ഡൂയിങ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ലേണിംഗ് ബൈ ഡൂയിങ് അപ്ലൈ. റോൾ ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ റോള് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസം എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻറ്റ് റോൾ, അവർക്ക് ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ആക്റ്റീവ് ആൻഡ് വെൽക്കമിങ് ടു ഹിസ് ഐഡിയാസ് ഫ്രം സ്റ്റുഡൻസ്, കുട്ടികളിൽ നിന്നൊക്കെ കുറെ അധികം ഐഡിയാസ് ഒക്കെ അതൊന്ന് വെൽക്കം ചെയ്യാറുണ്ട്. ക്രിയേറ്റ് ആൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ, ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റിക്കും ക്രിയേറ്റിവിറ്റിക്കും വേണ്ട ഒരു ഒരു ഡെവലപ്മെന്റ് ഫെസിലിറ്റി, അതിന് വേണ്ടി ആ ഡെവലപ്മെന്റിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ടീച്ചറുടെ റോളായിട്ട് പറയുന്നു. ദെൻ ഇനീഷ്യേറ്റ് ആക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓൺ ലിവ്, ആക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത്. സിമ്പതി ടുവേർഡ്സ് സ്റ്റുഡൻസിനോട് ഒരു സിമ്പതി ഉണ്ടാവണം. നോട്ട് ഇമ്പോസ് ഓൺ വാല്യൂസ്, കുട്ടികൾക്ക് വാല്യൂസ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. സുപ്രീം ഡ്യൂട്ടി ടു മേക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ്, കുട്ടികളെ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ മെറിറ്റ്സ് ഓഫ് ദീസ് ഫിലോസഫീസ്, ആക്ഷൻ ആൻഡ് ചോയ്സസ്, സോക്രറ്റിക് മെത്തേഡ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ലേണർ ഫോക്കസ് മെത്തേഡ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഡിമെറിറ്റ്സ്, എംഫസൈസ് ഓൺ സബ്ജക്ടിവിറ്റി, ലെസ് ഇമ്പോർട്ടൻസ് സയൻസ്, സയൻസിന് ഇമ്പോർട്ടൻസ് കുറവാണ്.
സബ്ജക്റ്റിവിറ്റിക്ക് എംഫസൈസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ആ പോയിന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ മോർ ഇമ്പോർട്ടൻസ് ഇൻ ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചറിന് കൂടുതൽ പ്രാധാന്യമാണ്. ഫോർഗോട്ട് ദ ലിവ്ലിഹുഡ് എയിം ഓഫ് എഡ്യൂക്കേഷൻ, ജീവിതഗന്ധിയായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ അവർ മറക്കുന്നു എന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇതിലൊരു പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു 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 അവതരണം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന സാധനം ഈ ഫിലോസഫി ലിറ്ററേച്ചറിലൊക്കെ ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിറ്ററേച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PG ഒക്കെ ചെയ്തവർ പ്രത്യേകിച്ചിട്ട് അവർ വളരെ ഡെപ്തിൽ ഈ കാര്യങ്ങൾ പിന്നെ പഠിച്ചിട്ടുണ്ടാവാം. മേ ബി ഒന്നുകൂടി കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ തിയറിയിലൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ എഴുതപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്കുകളൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ സാത്തിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ കുറേയൊക്കെ പിന്നെ നമുക്ക് എന്താ പറയാ, കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ കോണ്ടസ്റ്റിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പിന്നെ ഏഹ്, ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് പ്രിസീസ് എസൻസ് എന്നുള്ളതാണ്. ആ ഒരു ടേം അല്ലെങ്കിൽ ഒന്നുകിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് പ്രിസീസ് എസൻസ്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എസൻസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ ഒരു സെന്റൻസ് ആണ് ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. പിന്നെ സാത്ത് അല്ലെങ്കിൽ സോറൻ കീർക്കെഗാഡ്, ഇവരൊക്കെയാണ് നിഷേ, ജാസ്പർ ഹെഡിഗർ, ഗബ്രിയേൽ മാസ്, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സിസ്റ്റൻഷ്യലിസവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് ചെറിയൊരു ഒരു കാഴ്ചപ്പാട് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ലിറ്ററേച്ചറൊക്കെ ഞാൻ സൂചിപ്പിച്ച ലിറ്ററേച്ചറൊക്കെ പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയലും ഷെയർ ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും ഇതാണ് എക്സിസ്റ്റൻഷ്യലിസവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് അതിൽ ഫ്യൂച്ചറിസം ആണ് പറയേണ്ടി വരിക എന്ന് തോന്നുന്നു, അല്ലെ? ഫ്യൂച്ചറിസം ഈ തന്നെ പറയണമെങ്കിൽ പറയാവുന്നതാണ്. ആഫ്റ്റർ 5 minutes ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിസവും പറയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്യൂച്ചറിസം തോന്നുന്നു അതിലിനി ബാക്കി കിടക്കുന്നത്. പിന്നെ ഫിലോസഫേഴ്സ്, അല്ലെ? ഫിലോസഫേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്യൂച്ചറിസവും പറയാൻ തോന്നും, അല്ലെ? ഓക്കെ, ദെൻ ചെറിയൊരു ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ഇത് എനിക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. ദെൻ ആഫ്റ്റർ 5 minutes നമുക്ക് റീജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, ഹലോ.